ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ITDC, ദ ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതായത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ടൂറിസം ആയിരുന്നു. അതിന് ശേഷം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ITDC ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ ടൂറിസം സെക്ടറിലുള്ള കേരളത്തിലുള്ള ഓർഗനൈസേഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ITDC എന്നുള്ള സെക്ടറിലേക്കാണ്. ദ ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈസ് ആൻ ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ ആൻഡ് എഡ്യൂക്കേഷൻ കമ്പനി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ITDC. ഇത് വരുന്നത് അണ്ടർ ദ ടൂറിസം മിനിസ്ട്രിൻ്റെ അണ്ടറിലാണ് വരുന്നത്. 1966 1966 ITDC എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇറ്റ് ഓൺസ് ഓവർ 17 പ്രോപ്പർട്ടീസ് അണ്ടർ ദ അശോക് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ബ്രാൻഡ് അക്രോസ് ഇന്ത്യ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ഒരു ബ്രീഫായിട്ട് എന്താണ് ITDC എന്ന് പറഞ്ഞുതരാം. ഇന്ത്യൻ ടൂറിസം മിനിസ്ട്രിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ITDC. ഇന്ത്യയിൽ ടൂറിസവുമായിട്ട് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ മാക്സിമം നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ITDC. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ITDCനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർ ഇട്ടുള്ള പോയിൻറ്റ്സ് ആണ് ITDCൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത്തത് ടു കൺസ്ട്രക്റ്റ്, ടേക്ക് ഓവർ ആൻഡ് മാനേജ് എക്സിസ്റ്റിംഗ് ഹോട്ടൽസ് ആൻഡ് മാർക്കറ്റ് ഹോട്ടൽസ്, ബീച്ച് റിസോർട്ട്സ്, ട്രാവലേഴ്സ് ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. ഫസ്റ്റത്തെ ITDCൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷനാണ്. അതായത് ഹോട്ടലുകളും ടൂറിസം ഇൻഡസ്ട്രിയിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഹോട്ടൽസ്, ബീച്ച് റിസോർട്ട്സ്, ലോഡ്ജുകൾ, ട്രാവലേഴ്സിൻ്റെ ലോഡ്ജ് കാര്യങ്ങളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുക. രണ്ടാമത്തത് ടു പ്രൊവൈഡ് ട്രാൻസ്പോർട്ട്, എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ് ആൻഡ് കൺവെൻഷണൽ സർവീസസ്. രണ്ടാമത്തെ സർവീസ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് കൊടുക്കേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം, അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ്, കൺവെൻഷൻ സെൻ്ററൊക്കെ വേണം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ടു പ്രൊവൈഡ് ഡിസ്ട്രിബ്യൂട്ട് ടൂറിസം പബ്ലിസിറ്റി മെറ്റീരിയൽസ്. ടൂറിസം പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ടു റെൻഡർ ദ കൺസൾട്ടൻസി കം മാനേജീരിയൽ സർവീസസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ടൂറിസത്തെ കൺസൾട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ITDCൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കാം. ടു ക്യാരി ഓൺ ബിസിനസ് ആസ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് മണി ചേഞ്ചേഴ്സ്, FMC, റെസ്ട്രിക്റ്റഡ് മണി ചേഞ്ചേഴ്സ് എക്സെട്ര. അതായത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ബിസിനസ്സായിട്ട് ടൂറിസത്തെ ഡെവലപ്പ് ആക്കുക എന്നുള്ളതാണ് ITDCൻ്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത ഒബ്ജക്റ്റീവ് നോക്കാം. ടു പ്രൊവൈഡ് ഇന്നോവേറ്റിംഗ്, ഡിപ്പെൻഡബിൾ ആൻഡ് വാല്യൂ ഫോർ മണി സൊല്യൂഷൻ ടു ദ നീഡ് ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ഇൻക്ലൂഡിംഗ് പ്രൊവൈഡിംഗ് കൺസൾട്ടൻസി ആൻഡ് പ്രോപ്പർ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസം ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടൻസി കം മാനേജീരിയൽ സർവീസസ് ആയിട്ട് ഇന്ത്യയിലും വിദേശത്തും, അതുപോലെ ഇന്ത്യയിലുള്ള ഹോട്ടൽ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഇനി അതല്ല ടൂറിസം ഇൻഡസ്ട്രിയിൽ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഹോട്ടൽ ഇൻഡസ്ട്രി അതെങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ITDCൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയാനുള്ളത്. ഇനി ഒരു 2 പാരഗ്രാഫ് തരാം. ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എന്താണ് ITDC എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദി corporation is 75 crores and its paid up capital as 31/3/2005 was 67.52 crores. ഇത് പഴയ കണക്കാണ്. ഏകദേശം 75 crores എന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 89.9748% of the paid up equity capital of the corporation is held in the name of President of India. 89.9748% പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ്റെ പേരിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനമാണ്. ദ കോർപ്പറേഷൻ ഈസ് റണ്ണിങ് ഹോട്ടൽസ്. ഇനി എന്താണ് ITDSൻ്റെ ഓവറോൾ ഫങ്ഷൻസ് എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫ് വായിച്ചാൽ തന്നെ അതിൻ്റെ ഫങ്ഷനായി എല്ലാ കാര്യങ്ങളും. ദ കോർപ്പറേഷൻ ഈസ് റണ്ണിങ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അറ്റ് വേരിയസ് പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് ബിസൈഡ്സ് പ്രൊവൈഡിങ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. കോർപ്പറേഷൻ റൺ ചെയ്യുന്നത് ഒരുപാട് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ് റൺ ചെയ്യുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വേരിയസ് ലൊക്കേഷനിൽ. അതുപോലെ അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ഇൻ അഡീഷൻ ദ കോർപ്പറേഷൻ ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ടൂറിസം, പബ്ലിസിറ്റി, ലിറ്ററേച്ചർ ആൻഡ് പ്രൊവൈഡിങ് എൻ്റർടൈൻമെൻറ്റ്. അതായത് ഇതിന് കൂടാതെ ടൂറിസത്തുമായി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും അവർ ചെയ്യുന്നുണ്ട്. അഡീഷനായിട്ട് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഫെസിലിറ്റീസ് ഓഫ് ടു ദ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഡ്യൂട്ടി ഫ്രീ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ITDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ITDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. 1966 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് മൂവ് ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ വരുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതുവരെ എടുത്തത്. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പോകണമെങ്കിൽ മേജർ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ഇൻ കേരള ടൂറിസം. കേരള ടൂറിസത്തിലുള്ള മേജറായിട്ടുള്ള പബ്ലിക് സെക്ടർ, പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അണ്ടറിലുള്ള ആദ്യത്തെ പാരഗ്രാഫ് കേരളം എന്താണെന്നും കേരളത്തിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളതുമാണ് നമ്മൾ ആദ്യം ഒരു പാരഗ്രാഫിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. കേരള, എ സ്റ്റേറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദി tropical Malabar coast of southwestern India, is one of the most popular tourist destinations in the world in the country. Named as one of the 10 paradise of the world by National Geographic Traveler, Kerala is famous especially for its ecotourism initiatives and beautiful backwaters. Its unique culture and traditions, coupled with its various demography, have made Kerala one of the most popular tourist destination in the world, growing at a rate of 13.31% of the tourism industry, is a major contributor to the state economy. കേരളം എന്താണെന്നും കേരള ടൂറിസം എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പാരഗ്രാഫാണത്. നമുക്കറിയാം കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് റീജിയനിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് നമ്മൾ കേരളം. അതിൽ നാഷണൽ ജിയോഗ്രഫി ട്രാവലർ കേരളത്തെ പറ്റി ഇങ്ങനെയാണ് എഴുതിയത്: കേരള ഈസ് വൺ ഓഫ് ദ 10 പാരഡൈസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഒരു 10 സ്വർഗ്ഗങ്ങളുണ്ടെങ്കിൽ അതിലൊരു സ്വർഗ്ഗമാണ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരളത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിൻ്റെ കേരള ഈസ് കേരളം എന്തിനാണ് ഫേമസ് എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഫോർ ദി ഇക്കോ ടൂറിസത്തിൽ, പ്രകൃതിപരമായിട്ടുള്ള ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആണ് കേരളം. അതോടൊപ്പം കേരളത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നദി, കടൽ തീരങ്ങളൊക്കെയാണ്. ഇറ്റ്സ് എ യുണീക്ക് കൾച്ചർ ആൻഡ് ട്രഡീഷൻ. അതിനെ ഒന്നുകൂടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കൾച്ചറുകളും പാരമ്പര്യവും ട്രഡീഷൻസും എല്ലാം കൂടി ചേരുമ്പോൾ ഈ കേരള ടൂറിസത്തെ ലോകത്തിന് മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ലോകത്തിന് ഇവർ പറഞ്ഞതിൽ ഒരു തെറ്റില്ല. ഇറ്റ്സ് എ 10 പാരഡൈസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഈസ് വൺ ഓഫ് ദ 10 പാരഡൈസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതോടൊപ്പം അതുമാത്രമല്ല, ഇക്കണോമിക്കലി കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് എക്കോണമിയിൽ 13.31% വരുമാനം കേരള ഗവൺമെൻറ്റിന് കിട്ടുന്നത് കേരള ടൂറിസത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ നിന്നും ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് വേണം. ഇത് നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ വേയിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല അതോറിറ്റീസ് വേണം. അതോറിറ്റീസിനെ വരുത്താൻ വേണ്ടിയിട്ടാണ്
ഒരുപാട് ഓർഗനൈസേഷൻസ് ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഡിസ്ട്രിക്ട് ലെവലുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ലെവലുണ്ട്. ഓരോ ഓർഗനൈസേഷൻ നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തെ ഓർഗനൈസേഷനാണ്. മേജർ ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഓർഗനൈസേഷൻസ് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് പറയാം. ഫസ്റ്റ് വൺ ഡോട്ട്. ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം. അതെന്താണെന്നുള്ളത് ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എ മേജർ ഗവൺമെൻറ് മിനിസ്ട്രി അണ്ടർ കേരള ഗവൺമെൻറ്. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കേരളയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസമാണ് കേരള ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം. ഇറ്റ് ഈസ് എ പ്രൈം റെഗുലേറ്ററി അതോറിറ്റി ദാറ്റ് ഓവർവ്യൂസ് ആൻഡ് സർപ്രൈസസ് എൻ്റയർ ടൂറിസം ആക്ടിവിറ്റി ഓഫ് ദി സ്റ്റേറ്റ്. നമ്മളെ സ്റ്റേറ്റിലുള്ള എൻ്റയർ ടൂറിസം ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കേരള ടൂറിസം ഈസ് റാങ്ക്ഡ് വൺ ഓഫ് ദ fastest growing tourist industry in the country, and the ministry has been often adjudged as a key department that aggressively worked on the make Kerala tourism into top 100 super brands. അതായത് കേരള ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ലെവലിൽ കേരള ടൂറിസത്തിന് ഒരുപാട് പ്രത്യേകതകളും അഗ്രസീവ്ലി വർക്ക് ചെയ്തിട്ട് ടോപ്പ് 100 സൂപ്പർ ബ്രാൻഡ്സിൻ്റെ ഉള്ളിൽ ഒന്ന് കേരള ടൂറിസം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അൺലൈക്ക് അതർ ഡിപ്പാർട്ട്മെൻറ്റ്, കേരളത്തിലുള്ള മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെയല്ല, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് എ ഫീൽഡ് ഓഫ് ഏജൻസി, ആൻഡ് ഇറ്റ് ഹാസ് its headquarters located at Park View Bungalow in തിരുവനന്തപുരം. തിരുവനന്തപുരത്തുള്ള പാർക്ക് വ്യൂ ബംഗ്ലാവിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇവരൊരു സെപ്പറേറ്റ് ഏജൻസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹെഡഡ് ബൈ മിനിസ്റ്റർ. കേരള ടൂറിസം മിനിസ്റ്ററാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അതായത് നമ്മൾ ഇപ്പോഴത്തെ ടൂറിസം മിനിസ്റ്റർ കടകംപള്ളി സാറാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ളത്. അദ്ദേഹത്തെ സപ്പോർട്ടഡ് ബൈ എ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്. ഇൻ അഡീഷൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഡയറക്ടർ ആൻഡ് 2 additional directors. There is a council consisting of key tourism players and the government officials which is advises the government. ഇതാണ് ആ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡോട്ട്. 5 ഒബ്ജക്റ്റീവാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിനുള്ളത്. ആ പേര് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തത് പോളിസി. ആ പോളിസി എന്നുള്ള വാക്കിൽ തന്നെ മനസ്സിലാവുണ്ടാവും, ടൂറിസം പോളിസീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. സപ്പോർട്ടിങ് എ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസി പ്രോസസ്, പ്രൊമോട്ടിങ് എ ഫെയർ ആൻഡ് ഓപ്പൺ കോമ്പറ്റീഷൻ, strengthening the industrial capacity to implement and enforce the policies, drawing international support to argue expertise in developing Kerala tourism. കേരള ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പോളിസി മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ leveraging core strengthening, creating new products, building USP, focusing on the sustainable development of the offer, production on the international quality, creating enabling investment environment, stimulating demand, promoting partnership to ensure the flow of fund into the tourism sector. Kerala Tourism Department has developed more than 14 different products. രണ്ടാമത്തെ ഡോട്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ സർവീസസ് ആൻഡ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയാനുള്ളത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് മാർക്കറ്റിംഗ്. നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, ആദ്യം പോളിസീസ് മേക്ക് ചെയ്തു, രണ്ടാമത് പ്രൊഡക്റ്റ് മേക്ക് ചെയ്തു. ഇനി ആ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. ബിൽഡിംഗ് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. എംഫസൈസ് ക്വാളിറ്റി അഷ്വറൻസ്, അതിനെ ക്വാളിറ്റി എന്താ പറയുക, നമ്മൾ
എംഫസൈസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ഉറപ്പ് വരുത്തണം. പ്രൊവൈഡിങ് ഡിമാൻഡ് ഡ്രിവൺ ഇൻഫർമേഷൻ, കോമ്പീറ്റ് ഇൻ ദ ഗ്ലോബൽ ലെവൽ, കൊളാബറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ പ്ലാറ്റ്ഫോം ടു ക്രിയേറ്റ് ഹൈ വിസിബിൾ പ്ലാറ്റ്ഫോം ടു ദി സ്റ്റേറ്റ്. അതായത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കേരള ടൂറിസത്തെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയണം. അതാണ് അത് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. ഫോക്കസിങ് ഓൺ ദി കോർ ആൻഡ് ലിങ്കേജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദ സ്ട്രാറ്റജീസ് ഫോക്കസ് ഓൺ ദി കപ്പാസിറ്റി ടു സപ്പോർട്ട് ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ടൂറിസം ഇൻഡസ്ട്രി ഇവിടെ ഡെവലപ്പ് ആവുള്ളൂ. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി പോളിസീസ് മേക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല, അതിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ടൂറിസം സർവീസസ്. ടൂറിസം സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി അത് മറ്റുള്ളവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ് ടൂറിസം സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് എ ക്രിട്ടിക്കൽ മാസ് ടൂറിസം വർക്കേഴ്സ്, ഇൻക്രീസ് ഇൻ ടെക്നിക്കൽ സ്കിൽസ്, സ്ട്രെങ്തൻ ഇൻ ദ കമ്മ്യൂണിറ്റി എൻ്റർപ്രണറിയൽ സ്കിൽസ്, ആർഗ്യുമെൻ്റ് ഇൻ ദ മാനേജീരിയൽ കപ്പാസിറ്റി ടു ബിൽഡ് സർവീസ് സെക്ടർ സെൻസിറ്റീവ് ടു ടൂറിസ്റ്റ് ആൻഡ് ടൂറിസം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസം ലേബേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ടൂറിസം വർക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അവരെ സ്ട്രെങ്ത്, അവരെ മാത്രമല്ല ലോക്കൽ പീപ്പിൾസിനെ നമ്മൾ കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. ഒരു ബിസിനസ് ലെവലിൽ ടൂറിസത്തെ വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ് കാര്യങ്ങളും കൊടുത്തിട്ട് അവരും സ്ട്രെങ്തൻ ചെയ്യുക. ഇതും ടൂറിസം നമ്മളെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാം. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.